ഇങ്ങനെ പത്രത്തിലൊക്കെ ഓരോ വാർത്തകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചും ഒരു പ്രളയം വന്നപ്പോഴേ അമ്മാവാ എന്താ സാമ്പത്തിക ഘടന തന്നെ ആകെ ഇതായിപ്പോയില്ലേ. അതൊക്കെ ഇനി നേരെയാവും. അതിന് ജനങ്ങൾ സഹായിക്കുന്നുണ്ട്. മന്ത്രിസഭ നന്നായി കളഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ സമയം എടുക്കും. നമ്മള് സത്യം പറഞ്ഞ ഓരോ ദിവസവും ഇവിടത്തെ തന്നെ സാമ്പത്തികം ആലോചിച്ച് എന്ത് ബുദ്ധിമുട്ടിലാണ് നമ്മൾ മുമ്പോട്ട് പോണത്. എവിടെ തന്നെ കാലം നനക്കിട്ട് എത്ര ദിവസമായി മെഷീൻ ചവിട്ടിയിട്ട്. ഇത് എന്താ സംഗതി എന്ന് വെച്ചപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ഇച്ചിരി ഇല്ലാത്ത വരുമാനം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും സൈഡ് ബിസിനസ് ഒക്കെ വേണം. ഞാൻ നോക്കിയിട്ടില്ല. ആ രാഗിണിക്കൊക്കെ പച്ചക്കറി കടയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പൊ ഇവിടുത്തെ കാര്യം ഒന്ന് നോക്ക്. തയ്ക്കാൻ ആരെങ്കിലും ഒരു തുണി കൊണ്ടുവന്നിട്ട് ദിവസം അത്രയായി. എന്താ പൈസ വേണ്ട ഒരു തുണി വാങ്ങാൻ? അതുപോലെ എല്ലാ മേഖലയിലും ആരെങ്കിലും പൈസയില്ല. ആൾക്കാർ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക മാത്രം കൊടുക്കണ്ടാത്തുള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ്ടേ. കൊച്ചിന്റെ ഫീസ്, വണ്ടിക്കാശ്. എന്റെ പൊന്നെ, എന്താണത് ഭയങ്കര അത്ഭുതമായാലോ. എവിടെ നോക്കിയാലും കാശില്ലായ്മ ദാരിദ്ര്യം. ഞാൻ ആ കനകനോട് 2 ബിരിയാണി മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയല്ലോ കാശില്ല, കഷ്ടാണ്, വേറെന്തെങ്കിലും തുടങ്ങണം, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അത് അവിടെ വന്നപ്പോ അവന് എന്തിന്റെ കുറവമ്മാവാ? സർക്കാർ ജോലിയുണ്ട്, പിന്നെ പിള്ളേരൊന്നുമില്ല ചെലവാക്കാൻ. പിന്നെ ഭാര്യയ്ക്ക് എന്താ നല്ല സ്ത്രീധനം കൊടുത്തല്ലേ അവനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അല്ല അതെന്തൊക്കെ ചിട്ട് കൂടിയതിൻ്റെ ഉണ്ട്, ലോണിന്റെ അടയ്ക്കണം, പിന്നുള്ള വരുമാനം പോരാ, അതിന് കുറെ പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ കിടക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാണ്. അമ്മാവൻ നാൾക്ക് നാള് ക്ഷീണിച്ച് വരും കേട്ടോ. മര്യാദക്ക് ഭക്ഷണം കഴിക്കണില്ലേ? ശരീരം സൂക്ഷിക്കണില്ല കേട്ടോ. പ്രായത്തിന്റെ എന്ത് പ്രായം? ഇതിന് മാത്രം പ്രായമായി അമ്മാവന്? കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല. ഒരു ഇതില്ല, വെയിലൊന്നുമില്ല, മഴയൊന്നുമില്ല. ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ അമ്മ ഒരു കുട കൊണ്ട് നടക്കണം. ഈ പ്രായത്തിലേ ഇപ്പോഴത്തെ വെയിലിന്റെ ചൂടറിയാലോ. അതൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെ മറന്നു വെക്കാത്ത തൊലിയൊക്കെ വലിഞ്ഞു കിടക്കി കേട്ടോ. ഞാൻ നല്ല ഭക്ഷണവും കഴിച്ച് നന്നായിട്ട് ശരീരം നോക്കണം. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മാവനില്ലെങ്കിൽ അറിയാലോ എന്റെ ഒരു അവസ്ഥ. അതെ, നീ ആവശ്യമില്ലാത്തൊക്കെ പറയല്ലേ. ഞാൻ അമ്മാവനില്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. എന്താ നിങ്ങൾക്ക് പറ്റി? ഒന്നുമില്ല. പിന്നെ പിന്നെ ഉണ്ടല്ലോ അൻസാറിനെ കണ്ടോ? അയ്യോ, അവന്റെ ഒരു പുതിയൊരു ബിസിനസ് സംഭവമായിട്ട് വന്നു കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ. എനിക്ക് കേട്ടിട്ട് അത് ഇതായിട്ട് അതൊന്നും അല്ല അമ്മാവാ. ഇത് നമ്മള് വലിയ ബിസിനസ്സിലേക്ക് പൈസ ഇടുകയാണ്. ഞാൻ ചോദിച്ചില്ല, നമുക്ക് ഒരാൾക്ക് ആർക്കെങ്കിലും ചെയ്ത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയുടെ പാർട്ണർ ആവാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പുതിയ സംരംഭമായിട്ട് ഒരു കമ്പനി വന്നിട്ടുണ്ട്. നമ്മളൊരു 3 ലക്ഷം രൂപ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മാസം 30,000 രൂപ വെച്ച് ഈ കമ്പനി നമുക്ക് തിരിച്ചു ലാഭം തരും. അതാണ് അതിന്റെ ബിസിനസ്. അതൊക്കെ കാശുള്ളവർ ചെയ്യട്ടെ, നമ്മളെന്ത് ചെയ്യാനാ? ഈ കാശെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സൈഡ് ബിസിനസിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. സമ്പാദിച്ചുകൊണ്ട് വെച്ചിട്ട് കാര്യമല്ല. ഇതുപോലെ ഒരു വെള്ളപ്പൊക്കോ പ്രളയമൊക്കെ വന്നാൽ ഉള്ളതെല്ലാം പോയിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ടുള്ളവർക്കല്ലടാ, നമ്മളില്ലാത്തവരില്ലാത്ത പോലെ ജീവിക്കുക. അല്ല, നമ്മളില്ലാത്തവര് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടെത്തണ്ടല്ലോ. അത് വേണം, നമ്മളുള്ളത് വെച്ചിട്ട് കണ്ടെത്തണം. അപ്പോഴേ ഞങ്ങൾക്ക് ആ ബിസിനസ്സിൽ ചേർന്നാ കൊള്ളാന്നുണ്ട്. പദ്ധതി പറഞ്ഞു കേട്ടപ്പോ എനിക്കും സംഘത്തിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കേന്ദ്രത്തിലാ, ഡൽഹിയില്. 3 ലക്ഷം റുപ്യ കൊടുക്കണ്ടേ? അതായത് നമുക്കിപ്പോ നമ്മൾ ഉള്ളവരല്ല എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താ വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ജീവിച്ച് അവസാനിപ്പിക്കണ്ടേ ഈ ലോകത്ത് വെറുതെ ഇങ്ങനെ. അപ്പോൾ ഈ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ ഈ വീടിന്റെ ആധാരം ഉണ്ടല്ലോ. വീടിന്റെ ആധാരമല്ല, നമ്മുടെ അതെ. ഇപ്പൊ ഒരു ഓഹരി നമുക്കുണ്ടല്ലോ, അതിന്റെ ഒരു ഓഹരിയുടെ ഒരു ഇത് തന്നു കഴിഞ്ഞാല് ഞങ്ങൾക്കത് ബാങ്കില് ലോൺ വെച്ച് എടുത്താൽ ഒരു 3 ലക്ഷം രൂപ ഈ കമ്പനിയിൽ ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു ഇത് കിട്ടും. പിന്നെ ഒരു കുറച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം ഇത്. അതല്ലേ? പിന്നെ ലാഭം 2 കൊല്ലം കൊണ്ട് ആ കട തീരും. ഇതിപ്പോ ചേച്ചി നിന്റെ പേർക്ക് തന്ന ആ ആധാരം പണയം വെച്ചിട്ട് നമുക്ക് 3 ലക്ഷം എടുത്തിട്ട് ഈ രജിസ്റ്റർ ചെയ്ത കമ്പനിയിലെ കൊടുക്കാം അല്ലേ? അത് നടക്കില്ല. 25 കൊല്ലം പട്ടാളക്കാരുടെ കൂടെ ജീവിച്ച ഉറച്ച മനസ്സാ. ചേച്ചിയുടെ കാലം കഴിയാണ്ടെന്ന് ഇത് ഭാഗം വെക്കല് നടക്കില്ല മോനെ. ചേച്ചിയുടെ പിറ്റകാലം 2 ആൾക്ക് എടുത്തോളാൻ പറഞ്ഞ് എഴുതി വെച്ചേക്കാം. അതുകൊണ്ട് ആ വഴിയങ്ങടെ അടഞ്ഞു. അത് നടക്കില്ല. അപ്പൊ അതുവരെ ഈ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കിടന്ന് കഷ്ടപ്പെടണമെന്നാണ് അമ്മാവൻ പറയണത്. എന്തൊരു നിലപാടാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഭാര്യയുടെ സ്ഥലത്തിന്റെ കാശൊക്കെ കിട്ടിയിട്ട് ജീവിക്കാനല്ല ആദ്യം നീ നന്നാവാൻ നോക്കുക. അല്ലാണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയുണ്ട്.
പറയല്ലേ അമ്മയ്ക്ക് അങ്ങനെ ഒരു പിടിവാശം ഉണ്ടെങ്കിൽ അത് പോട്ടെ. പക്ഷെ അമ്മാവനത് കാണില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കറിയാം അമ്മാവൻ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനല്ല. അല്ല ഞാൻ എന്തായാലും ചേച്ചിയുടെ പോലെ അങ്ങനെ പിടിവാശിയുള്ള ആളൊന്നല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അമ്മയെ അങ്ങ് വിടാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഒരു 5 സെൻറ്റ് കിടക്കുന്നത് അമ്മാവൻ തങ്കത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തങ്കത്തിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചാൽ ലോണ് കിട്ടും. നമ്മൾക്ക് അങ്ങനെ ഒരു നീയും കൂടെ അമ്മാവ. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ ആരെയാണ് അമ്മാവ ആശ്രയിക്കാൻ? അല്ല അതിപ്പോ ഈ കനകനോട് കൂടി ചോദിക്കാണ്ട് നമ്മളത് അങ്ങനെ. അമ്മാവ ഇത് എന്തോന്ന് അമ്മാവ, കനകനെ പോലെ ഒരു കുടുംബമായിട്ട് കഴിയണല്ലേ ഞങ്ങള്. അവനെ പോലെ തന്നെയല്ലേ അമ്മാവൻ ഞാൻ. അവന് സർക്കാർ ജോലിയുണ്ട്, ഞങ്ങളെയൊക്കെ അല്ല എന്നാലും ഞാൻ അങ്ങനെ തരുന്നൊരു സ്ഥലത്തിന്റെ ആധാരമൊക്കെ പലിശയ്ക്ക് പണയം വെക്കാന്നൊക്കെ പറയുമ്പോഴേ അത് അമ്മാവ് വെച്ചിട്ട് നശിപ്പിക്കുകയല്ലോ. നമ്മൾ അതിൽ നിന്നൊരു ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ. അതിപ്പോ ചേച്ചി പറയണ പോലെ പിറ്റകാലം എഴുതുന്നതല്ലേ നല്ലത്. നമുക്ക് പറയാനും ചോദിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടല്ലേ അമ്മാവ നമ്മൾ ചോദിക്കണം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മാവിൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ അല്ല കുടുംബം ആരും ഇല്ലാത്തതല്ലേ. അപ്പോ അന്ന് സാരില്ല അമ്മാവ, കുഴപ്പമില്ല. ശരി എന്നാ കേട്ടോ. അമ്മാവ ഒരു നിമിഷം അമ്മ, ഞാൻ വേറൊരു കാര്യം നമ്മൾ ഈ സംഭവം അങ്ങ് മറന്നുതരാം. അത് പോട്ടെ, ഇനിയിപ്പോൾ അമ്മൻ്റെ താല്പര്യമില്ലേ അത് തന്നെ. അതിപ്പം ഞാനേ ഒരു കാര്യം അമ്മൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി. നമ്മുടെ പാർട്ടിയിലെ ബാബുക്കുട്ടനല്ലേ, ബാബുക്കുട്ടൻ 2 ദിവസം മുമ്പ് എന്നോട് കാര്യം പറഞ്ഞായിരുന്നു. ബാബുക്കുട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പെങ്കൊച്ചുണ്ടേ, ആൾക്ക് ഇച്ചിരി ചൊവ്വാ ദോഷമൊക്കെ ഉള്ള കുട്ടിയായതുകൊണ്ട് ഇതുവരെ കല്യാണം നടന്നില്ല. അപ്പോൾ 10-38 വയസ്സായി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സമയം അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഒരു കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അതിൻ്റെ ആങ്ങളയ്ക്ക് താല്പര്യമുണ്ട്. എടീ നമ്മളെ ബാബുക്കുട്ടനല്ലേ പാർട്ടിയിലെ, അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പെങ്കൊച്ച് ചൊവ്വാ ദോഷമുള്ള. അപ്പോൾ അവർക്ക് ഉടനെ കിട്ടിക്കണം. ഞാനിങ്ങനെ അമ്മാവൻ്റെ കാര്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ അവർക്ക് ഒരു താല്പര്യം പറഞ്ഞു. പെണ്ണ് നല്ല കിളി പോലത്തെ പെണ്ണ കേട്ടോ. ഫോട്ടോ എനിക്ക് ബാബുക്കുട്ടൻ മൊബൈലിൽ കാണിച്ചു. അതൊന്നും വേണ്ട. നല്ല കാലത്ത് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹവും പൂതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോ അതൊന്നും വേറൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചപ്പം അമ്മാവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു പ്രായമുള്ളവരെ കുഴപ്പമില്ല, സമാധാനമുണ്ട്, ഇപ്പോഴത്തെ പുതിയ തലമുറയൊന്നും വിശ്വസിക്കാൻ പറ്റും. അമ്മാവനോട് ഇരുന്നേ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോയാൽ മതി. അത് നമുക്ക് സംസാരിക്കാലോ. അതെ, കല്യാണത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. അമ്മാവൻ്റെ താല്പര്യം ഉണ്ടോ എന്താണുള്ളത് എനിക്ക് അറിഞ്ഞാൽ മതി. പിന്നെ പെങ്കൊച്ചിനെ സംബന്ധിച്ച് ഒരു ദോഷവും പറയാനില്ല. നല്ല സ്വഭാവം, അത്യാവശ്യം കുറേ ടൈപ്പ് റൈറ്റിംഗ്, മറ്റേ എന്താ കമ്പ്യൂട്ടർ എന്തൊക്കെ കുറേ പഠിപ്പുമുണ്ട്. നല്ല കാര്യമാണ്. നടക്കണമെങ്കിൽ നടക്കട്ടെ. അമ്മേനോടൊന്ന് പറയില്ലെങ്കിൽ ഞങ്ങൾ പറയാം. അമ്മാവന് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി. താല്പര്യമൊക്കെ ഉണ്ട് അമ്മാവന്. നിങ്ങൾ അമ്മാവ ഇങ്ങനെ താല്പര്യമില്ലാതിരുന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? അല്ല വെളുത്ത കുട്ടിയാ, വെളുത്ത കുട്ടിയാണ് പറഞ്ഞാ എന്താ കുഴപ്പം? അല്ല നീ എന്താ സുന്ദരിയില്ലേ? എന്നെക്കാളും നിറമുണ്ട്, തങ്കത്തിനേക്കാളും നിറമുണ്ട്. ഞാൻ ഫോട്ടോ ഉണ്ട്, പിന്നെ ഫോട്ടോ മൊബൈലിലാണ്, കുഴപ്പമില്ല. എന്റെ പ്രായമുള്ള ആള് മതി എന്ന് പറഞ്ഞു അല്ലേ? അമ്മാവാ ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാരുടെയൊക്കെ രീതികൾ കണ്ടില്ലേ, കള്ളും കുടിച്ച് അവിടെ ഇവിടെ ശ്രദ്ധയില്ലാതെ. അപ്പോൾ പ്രായവും പക്വതയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരാളാകുമ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാ മനു ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ബാബുക്കുട്ടിനോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് 2 ദിവസം. അല്ല നിങ്ങൾക്കൊക്കെ താല്പര്യമാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ അമ്മാവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ. അതെ വേണമെങ്കിൽ വേണമെന്ന് പറ, ഇങ്ങനെ ഉരുണ്ട് കളിക്കണ്ട. ചുമ്മാ 2 വെള്ളത്തിൽ വേണമെന്നുണ്ട് മനസ്സില്. ഞാനതൊക്കെ പക്ഷേ അമ്മേനോട് എന്നാ പറയേണ്ടത് ആദ്യം? അമ്മയോട് നീ പറഞ്ഞാൽ മതി. എന്നോട് പറയുന്നില്ല. അത് വേണ്ട ചേച്ചി, പറയണ്ട, കളിയൊക്കെ ഉള്ളൂ. നമ്മൾ പോയി കണ്ടിട്ടൊക്കെ ശരിയായതിന്റെ ശേഷം ചേച്ചിയോട് പറഞ്ഞു. പിന്നെ അത് മതി. ഇനി അമ്മാവൻ അങ്ങനെ ഒരു നാണക്കെട്ടതുകൊണ്ട് ഒരു കാര്യം നമുക്ക് 2 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് പോയി കാണാം. കണ്ടിട്ട് എല്ലാം ഓക്കെ ആവണമെങ്കിൽ ബാക്കി എല്ലാവരെയും അറിയിക്കാം. ഞാനേ അൻസാറിനെ വിളിച്ചിട്ട് മറ്റേത് നടക്കൂലെന്നൊന്ന് പറയാം. അൻസാറിനെ വിളിക്കാൻ പറ്റട്ടെ? എന്താ അമ്മാവ് ഇത് എത്ര കൊടുക്കണമെന്നാ പറഞ്ഞ? അത് 3 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. അത് വേണ്ട നമുക്ക് ഇനിയിപ്പം. അതല്ല നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതാദ്യാവും. അല്ല റഷീദ കമ്പനി അല്ലേ? 3 ലക്ഷം കൊടുക്കുമ്പോൾ നമുക്ക് മാസം ഇന്ന് 30,000 രൂപ വെച്ച് കമ്പനി നമുക്ക് തരും. എന്നാ പിന്നെ തങ്കത്തിന്റെ പേർക്ക് ഞാനത് എഴുതി തരാം. കാരണം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ശ്രമിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ അതിൽ 2-3 കൊല്ലത്തെ കരടച്ചിട്ടില്ല. ഞാൻ നാളെ തന്നെ പോയിട്ട് അതൊക്കെ ഒന്ന് അടച്ചേ ശരിയാക്കിയിട്ട് എഴുതാനുള്ള ഏർപ്പാടാക്കിയിട്ട്. വേറൊന്നുമില്ല, ഈ ബിസിനസ് ഒന്ന് ചാലുവായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു തരും പൈസ. ഇത് എൻ്റെ മക്കൾക്കുള്ള തന്നെ, അതൊന്നും പേടിക്കണ്ട കേട്ടോ.
versus Alien.